ശരി, അപ്പോൾ കേരളത്തിലെ ആദ്യ AI ടൗൺഷിപ്പായി വിഭാവന ചെയ്യുന്ന കൊച്ചി ഇൻഫോ പാർക്കിന്റെ 3ാം ഘട്ടത്തിന് തുടക്കമാവുകയാണ്. ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള ഭൂമി ഏറ്റെടുക്കൽ ഉടൻ ആരംഭിക്കും. GCDAയും ഇൻഫോ പാർക്കും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലാൻഡ് പൂളിംഗ് മാതൃകയിൽ 300 ഏക്കറിലധികം വിസ്തൃതിയിലാണ് ആഗോള നിലവാരമുള്ള ഇന്റഗ്രേറ്റഡ് AI ടൗൺഷിപ്പ് വരുന്നത്. ഇൻഫോ പാർക്ക് വികസനത്തിന്റെ 3ാം ഘട്ടം കൂടിയാണിത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇൻഫോ പാർക്കും GCDAയും പദ്ധതിയുടെ ധാരണാപത്രം നേരത്തെ ഒപ്പുവെച്ചതാണ്. ലാൻഡ് പൂളിംഗിലൂടെ ഭൂമി കണ്ടെത്തേണ്ട ചുമതല GCDAയ്ക്കാണ്. ടൗൺഷിപ്പ് നിർമ്മാണം 3 വർഷത്തിനകം പൂർത്തിയാക്കാനാണ് പദ്ധതി. കേരളത്തിന്റെ വികസനത്തിന് പൂളിംഗ് സംവിധാനം ആദ്യമായി നമ്മൾ തുടങ്ങുന്നത് കൊണ്ട് അത് സംബന്ധിച്ച് വിപുലമായ ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമുണ്ട്. അത് സമാന്തരമായി അങ്ങനെ നടത്തും. എന്നാൽ ലോകത്ത് സുപരീക്ഷിതമായ ഇന്ത്യയിൽ വളരെ നല്ല നിലയിൽ പുരോഗമിച്ചിട്ടുള്ള ഈ പദ്ധതി നമുക്ക് കേരളത്തിൽ വിജയകരമാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട ചുമതല ഇൻഫോ പാർക്കിനാണ്. ഏകദേശം 25,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായാണ് പദ്ധതി. 2 ലക്ഷം പേർക്ക് നേരിട്ടും 4 ലക്ഷം പേർക്ക് പരോക്ഷമായും തൊഴിൽ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ. മീഡിയ 1 കൊച്ചി.